ഗൈസ് വീക്കെൻഡ് എപ്പിസോഡിന്റെ സമയമായി. ഇന്ന് ലാലേട്ടൻ വരുന്ന ദിവസമാണ്. ഇപ്പൊ കറന്റ് ജയിൽ നോമിനേഷൻ നടക്കുകയാണ്. അപ്പം ഇന്നലത്തെ പ്രൊമോയില് വന്നിട്ട് നെവിൻ പറയുന്നുണ്ട്, നീ എനിക്ക് ഇനി ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണെന്ന്. നമ്മുടെ അക്ബർ പറയുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചതെന്നുള്ളത്. അനുമോള് പറയുന്നത് അതൊക്കെ ക്ലിപ്സ് ആണ്. അനുമോള് പറയുന്നുണ്ട് വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളത്. ഇന്നലത്തെ ഒരു ദിവസം മുഴുവനും അനുമോള് മ്യൂട്ടായിരുന്നു, അധികം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അനീഷ് പോയി ചോദിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ എന്ത് ആത്മാർത്ഥമായിട്ട് ചെയ്താലും അത് തിരിച്ചു കിട്ടുന്നുള്ളത്. സോ ഇന്നിപ്പോ നോമിനേഷനിൽ അക്ബർ ശക്തമായിട്ട് തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇതിനെ ഞാൻ കമ്പയർ ചെയ്യുന്നത് ലക്ഷ്മി ഒനിയിൽ ഇഷ്യൂ തന്നെയാണ്. ടാസ്ക് നടക്കുന്ന സമയത്ത് അറിയാതെ കാല് തെറ്റ് വീണപ്പോൾ മസ്താനെ കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ മോശമായിട്ടുള്ള ഒരു പരാമർശം ലക്ഷ്മി ഉണ്ടാക്കുകയും ഒനിൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും അതിനെ റിലേറ്റ് ചെയ്തിട്ട് അവിടെ സംസാരം ഉണ്ടാവുകയും എല്ലാം നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. സോ അതേപോലത്തെ ഒരു സംഭവം ഈക്വൽ ടു ഒരു സംഭവമാണ് ഇത്. അനുമോള് അക്ബറിനെ പറ്റി സംസാരിച്ചിരിക്കുന്നത്. അക്ബർ വൃത്തികെട്ട സ്ത്രീയാണ്, പുറത്താണെങ്കിൽ കാല് രണ്ടും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരം, അതായത് കാലൊടിച്ചിടും എന്നുള്ള രീതിയിലൊരു സംസാരം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബിഗ് ബോസിനോടും ലാലേട്ടനോടും ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാപ്പ് പറയണം എന്നുള്ളത്. കാരണം അത്രയും ഡീഗ്രേഡ് ചെയ്തിട്ടാണ് ഒരു പുരുഷനെ പറ്റി സംസാരിച്ചിരിക്കുന്നത്. എനിക്ക് അത് എൻ്റെ മൈൻഡിൽ ടാസ്ക് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതിനെ ഇങ്ങനെ പിക്ചറൈസ് ചെയ്ത അനുമോള് മാപ്പ് പറയണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പം ഒനിയിൽ പറഞ്ഞ മാതിരി തന്നെ ഇതേപോലെ വുമൺ കാർഡ് ഇറക്കുന്ന മറ്റു ആളുകളുടെ ലൈഫ് നശിപ്പിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. അപ്പം ഇത്തവണത്തെ സീസണിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ കുലസിതമാണ്. ഡേ 1 തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ ദ സെൻസ് ലൈക്ക് ഈ ഇഷ്യൂ പൊട്ടി തുടങ്ങിയ തൊട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതപ്പ് ഇഷ്യൂ, രന ആര്യൻ ഇഷ്യൂ, ലക്ഷ്മി ഒനിയിൽ ഇഷ്യൂ, മസ്താൻ ഇഷ്യൂ, അതേപോലെ പിന്നെ ഷാനവാസ് നെവിനെ പറ്റി സംസാരിച്ച ഇഷ്യൂ, അങ്ങനെ പല സംഭവങ്ങളും ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. സംസാരമൊക്കെ ഒരുപാട് കുറച്ച് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ് പരിപാടി എടുക്കൂല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ലാലേട്ടൻ ഇത്തവണ വരുമ്പോൾ അനുവിനെ തേച്ചൊട്ടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അനുമോള് ഭയങ്കര മാനസികമായിട്ട് സ്റ്റക്കപ്പ് ഒക്കെയാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും പറഞ്ഞത് ഭയങ്കര വൃത്തികെട്ടൊരു ടോക്ക് തന്നെയാണ്. അത് ഒരാളുടെ അക്ബറിനും ഈവൻ ലൈഫ് ഉണ്ട്. അപ്പം ടാസ്കിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ പോയി നിൽക്കാൻ അനുമോളോട് പറഞ്ഞെങ്കിലും ഈ പറഞ്ഞൊരു പരാമർശം സീസണിലേക്കും വെച്ചിട്ട് വളരെ മോശമായൊരു ടോക്കാണ് ആസ് എ കണ്ടസ്റ്റന്റ് ഒരു അതർ കണ്ടസ്റ്റന്റിനെ പറ്റി സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അക്ബർ നല്ല രീതിയിൽ ആഞ്ഞ് അടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ രീതിയിൽ എന്തായാലും അനുമോൾക്ക് ഇത്തവണ കിട്ടാൻ പോകുന്ന പണി ചെറുതൊന്നുമല്ല. ജയിൽ നോമിനേഷന്റെ ഒപ്പം തന്നെ ലാലേട്ടന്റെ വക എന്തായാലും നല്ലൊരു ഫയറിങ് ഉണ്ടാവും. ആൻഡ് സാഡസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളത്, അതായത് അനുമോൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്.